ഓക്കെ, കൊലോസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കൂടി വരുന്നത്, ഞാൻ ആ വിഷയം പറഞ്ഞുകൊണ്ടിരുന്നത്, ആ വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ തിരുവത്താഴത്തോടനുബന്ധിച്ച് പൗലോസ് പറയുന്നൊരു വേദഭാഗമാണ്. ഒരു പ്രാവശ്യം ഞാനത് വായിച്ചപ്പോൾ എന്നെ വലിയതായിട്ട് സ്വാധീനിച്ച ആ വാക്യം. മനുഷ്യൻ തന്നെത്താൻ, അതിൻ്റെ 28 വാക്യം ഞാൻ വായിക്കുന്നു. മനുഷ്യൻ തന്നെത്താൻ ചോദ്യം വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കഴിഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകർ നിദ്ര കൊള്ളുന്നു. തട്ടിപ്പോയെന്നാണ് പറയുന്നത്. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുക എത്രയാകുന്നു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടി വരുമ്പോൾ അന്യോന്യം കാത്തിരിപ്പിൻ. ഒരുവന് വിശക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന്. അപ്പം നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നത് ശിക്ഷാവിധിക്ക് കാരണമായി തീരരുത്. ശരിക്കും തിരുവത്താഴം രാത്രിയിലാണ് നടത്തേണ്ടതെന്നാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം നമ്മൾ പഠിച്ചു വരുമ്പോൾ. കർത്താവിനെ കാണിച്ചു രാത്രിയിൽ, പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ മേശ നടത്തുന്ന സമയത്ത് വളരെ വിളക്കുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് രാത്രിയിലാണ് നടത്തിയിരുന്നത്. അത്താഴം രാത്രിയാണ് കഴിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ ഭക്ഷണ വിഷയമായിട്ടിവിടെ പറയുമ്പോൾ നിങ്ങൾ കൂടി വരുന്നത് ശിക്ഷാവിധിക്ക്, ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന്. വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. തിരുവത്താഴത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുന്നു. അത് കുറച്ച് പേര്, തിരുവത്താഴത്തിന് വന്നവർ ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കുന്നു. കുറച്ച് പേര് അവിടെ കൊണ്ടുവന്നിച്ച് കഴിക്കുന്നു. അപ്പോൾ മറ്റവർ വിശന്നിരിക്കുമ്പോൾ ഒരു കൂട്ടരിന്ന് കഴിക്കുമ്പോൾ മറ്റുള്ളവർക്കത് വിശപ്പായിട്ട് തോന്നും. കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അത് പ്രയാസമാകും. അതുകൊണ്ട് പൗലോസ് പറയുക, അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിച്ചിട്ട് തിരുവത്താഴത്തിന് കൂടാൻ വേണ്ടി വരാനാണ്. അപ്പം നിങ്ങൾ കൂടി വരുന്നത്, നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടത്. ഈ വാക്യത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആത്മീയ കൂട്ടായ്മകൾ ന്യായവിധിക്ക് ഹേതുവാകരുത്. അത് അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം, വ്യവസ്ഥ പ്രകാരമല്ല കൂടുന്നതെങ്കിൽ അത് ന്യായവിധിക്ക് ഹേതുവാകാൻ സാധ്യതയുണ്ട്. ദൈവമക്കളെ, ഞാനത് അങ്ങനെ അങ്ങ് പറയുക. നമുക്ക് തോന്നിയ പോലെ കൂടി വരാനൊന്നും വ്യവസ്ഥയില്ല. നിങ്ങൾ കൂടി വരുമ്പോൾ ഒരുത്തിന്, ഞാനതിന് വേണ്ടുന്ന ഉപദേശം കൊലോസ് ലേഖനത്തിൽ നിന്ന് നിങ്ങളെ നേരത്തെ ഗ്രഹിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. കൊലോസ് ലേഖനത്തിലേക്ക് തന്നെ വരാം. കൊലോസ് ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്. കൂടി വരുമ്പോൾ എന്തൊക്കെ ഉണ്ടാകണമെന്ന്. അതൊക്കെ ഇന്ന് ആരും ഒന്നും അതിനെക്കുറിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൽ ഹല്ലേലൂയ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടുകൂടി നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവാം ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. നിങ്ങൾ കൂടി വരുമ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ, കൊലോസ് ലേഖനമല്ല, കൊരിന്ത്യ ലേഖനത്തിൽ കൂടി വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ കൂടി വരുമ്പോൾ, ഞാൻ ആ ഭാഗം നിങ്ങളെ കേൾപ്പിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൂടി വരുമ്പോൾ, സഭായത്തിൽ കൂടി വരുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. 1 കൊരിന്ത്യ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ കൂടി വരുമ്പോൾ, ആകയാൽ എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ
ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മീയവർദ്ധനവിന് ഉതകട്ടെ. എഫേസ്യ ലേഖനം 15 എഫേസ്യ ലേഖനം 5:19, 20, 21 വാക്യം കൂടി വായിച്ചാൽ. എഫേസ്യ ലേഖനം 5 സ്തോത്രം. സ്തോത്രം. എഫേസ്യ ലേഖനം 5:19 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും. എത്ര വ്യക്തമായി കൃത്യമായി ലേഖന ഭാഗങ്ങളിൽ നമ്മൾ കൂടി വരുമ്പോൾ ചെയ്യേണ്ടതിനെ കുറിച്ച് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കൂടി വരുമ്പോൾ എന്ത് ചെയ്യണം? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും. ആ കൊരിന്ത്യർ ലേഖനത്തിലാണ് വ്യക്തമായി പറയുന്നത്. ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. 150 സങ്കീർത്തനത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. ആത്മാവിൽ പാടുന്ന അന്യഭാഷയും ആ സ്തുതിസ്തോത്രങ്ങളും അന്യഭാഷയിൽ പറയുന്നതിനാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇത് കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. ഓരോരുത്തർക്കും ഓരോ നിലയിലുള്ള അന്യഭാഷകളല്ലേ. സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മീയവർദ്ധനമായി ഒഴുകട്ടെ. ഇന്നിപ്പോൾ അങ്ങനെയൊക്കെയാണോ? കൂടി വരുമ്പോൾ ഊതുക, ചീറ്റുക, എന്തൊക്കെയാണ് നടക്കുന്നത്? ഉന്തിയിടുക, കുരപ്പിക്കുക, ചിരിപ്പിക്കുക, ഛർദ്ദിപ്പിക്കുക, വചനവ്യവസ്ഥ വിട്ടുള്ള പല കാര്യങ്ങളല്ലേ ഇന്ന് കൂടി വരവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ കൂടി വരുന്നത് ശിക്ഷായോഗ്യമായി ന്യായവിധിക്ക് സ്തോത്രം കാരണമായി തീരാതിരിക്കാൻ നമ്മൾ സൂക്ഷിച്ചോണം. പ്രാർത്ഥനാ യോഗങ്ങൾക്ക് പോകുന്നതൊക്കെ നല്ലതാ, കൂടി വരവ് നല്ലതാ. പോയിരുന്ന് വചനവ്യവസ്ഥ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭക്തന്മാരെ നമ്മൾ ചിന്തിച്ചു കൊള്ളണം. ശിക്ഷാവിധിക്ക് കാരണമായി തീരരുത്. അപ്പോസ്തലന്മാർ കൂടി വന്നപ്പോൾ അവർക്ക് എന്തുണ്ടായിരുന്നു? സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, ദർശനമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എവിടെ എന്താ ഉള്ളത്? സ്തോത്രം, സ്തോത്രം. 5:15 എഫേസ്യർ 5:15 മുതൽ ഞാൻ വായിക്കുന്നു, ശ്രദ്ധിക്കണേ. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടില്ല ജ്ഞാനികളായിട്ട് അത്രയും കളപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമായാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഹല്ലേലൂയ. അപ്പം നമ്മൾ കൂടി വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ വചനത്തിലുണ്ട്. സങ്കീർത്തനാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിക്കുക, ബുദ്ധി ഉപദേശിക്കുക, പ്രബോധിപ്പിക്കുക. ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, ദർശനമുണ്ട്. ഈ അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന ഈ വ്യവസ്ഥ വിട്ടുള്ള ഒരു കൂട്ടായ്മയിലും ദൈവമക്കൾ പോയാൽ ഒരു പക്ഷേ അത് ശിക്ഷാവിധിക്ക് കാരണമായി തീരും, ന്യായവിധിക്ക് കാരണമായി തീരും. അപ്പോസ്തലന്മാരുടെ ഉപദേശം വിട്ടുള്ള കൂടിവരവുകളും പ്രാർത്ഥനകളും മീറ്റിങ്ങുകളും ഒരു പക്ഷേ നമുക്കത് ശിക്ഷാവിധിക്ക് ന്യായവിധിക്ക് ഹേതുവായി തീരാനുള്ള സാധ്യത ഉണ്ടെന്ന് ദൈവമക്കൾ നന്നായിട്ട് മനസ്സിലാക്കണം. പ്രാർത്ഥനയെന്നും പറഞ്ഞ് ഓടിയുള്ളൊന്നും കഥയൊന്നുമില്ല. ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിന് പോയാൽ അവിടെ ചെല്ലുമ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരമുള്ള കാര്യങ്ങളായിരിക്കണം അവിടെ നടക്കേണ്ടത്. ഊതി വീഴ്ത്തലും ഉന്തി വീഴ്ത്തലും കുരപ്പിക്കലും ചിരിപ്പിക്കലും ഛർദ്ദിപ്പിക്കലും ഒക്കെ എവിടെയെന്നാ? അത് മറ്റൊരു സുവിശേഷമാണ്. അതിൻ്റെ പിന്നിൽ മറ്റൊരു ആത്മാവാ. അവർ പ്രസംഗിക്കുന്നത് മറ്റൊരു ക്രിസ്തുവിനെയാണ്. പ്രോസ്പെരിറ്റിയാണ് അവർ പ്രസംഗിക്കുന്നത്. ഇന്നത്തെ ആത്മീയ കോളം നല്ലൊരു ശതമാനം അതായി മാറി. വളരെ ശ്രദ്ധിക്കുക ദൈവമക്കളെ. നമ്മൾ കൂടി വരുമ്പോൾ ഉപദേശമുണ്ടാകണം, വെളിപ്പാടുണ്ടാകണം, ദർശനമുണ്ടാകണം, സങ്കീർത്തനങ്ങളുണ്ടാകണം, അന്യഭാഷയിലുള്ള സ്തോത്രം ആരാധന.
ആത്മാവിൻ്റെ ആരാധന ഉണ്ടാകണം. ആത്മാവിൻ്റെ ആരാധന അന്യഭാഷയിലെ ആത്മാവിൽ ആരാധിക്കുന്നത്, ആത്മാവ് കൊണ്ടാണ് ആരാധിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3:3 ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. അഭിഷേകം പ്രാപിച്ചവൻ ആത്മാവിൽ ആരാധിക്കണം. ഏറ്റവും പ്രധാനമാണ്. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ആത്മാവിൻ്റെ ആരാധനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഭാഗം ഇവിടെ കിടക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. നമുക്കടുത്തൊന്ന് ധ്യാനിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. എത്ര വ്യക്തമായി കൃത്യമായി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ശമരിയ സ്ത്രീയോട് കർത്താവ് പറയുന്ന ഭാഗം ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന പ്രവൃത്തി 2-ാം അധ്യായത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് പ്രവചനമായി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ആവിർഭാവത്തോടെ ആത്മാവിൻ്റെ ആരാധന അപ്പോസ്തലന്മാരുടെ മധ്യത്തിൽ നടന്നു. അവർ അന്യഭാഷകൾ സംസാരിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ആത്മാവിൽ ആരാധിച്ചു, ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പറഞ്ഞു. കൂടി വന്നവർ എത്ര? 10-16 ദേശക്കാരവിടെ കൂടി വന്നു. അവരെല്ലാവരും കൂടി പറഞ്ഞത് എന്താ? ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു. അങ്ങനെയല്ലേ പറഞ്ഞത്? ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 14ഓളം ദേശക്കാരവിടെ കടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഗലീലക്കാരായ ഇവര് ഗലീലക്കാരല്ലയോ? പിന്നെ നമ്മൾ ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷകൾ കേൾക്കുന്നത് എങ്ങനെ? പർഥ്യരും മേദ്യരും ഏലോമ്യരും മെസൊപ്പൊത്താമ്യക്കാരും യഹൂദയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസിയയിലും പ്രഹുല്യയിലും പംഫുല്യയിലും മിസ്രൈമിലും കുറേനക്കാരായ ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കരുമായ നാം നമ്മുടെ ഈ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞു. അവർ ചഞ്ചലിച്ചു. ഇതെന്തായിത്തീരുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നുവെന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. ആത്മാവിൻ്റെ ആരാധന ഇവിടെ തുടങ്ങി. ഈ ആരാധനയാണ് പുതിയ നിയമസഭയിൽ വേണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ട്രെയിനിങ് ഞാൻ പറയാം. വരിക, സ്തോത്രം പറയുക, സ്തോത്രം പറഞ്ഞിരിക്കുക, സ്തോത്രം പറഞ്ഞ് ആത്മാവിലാകുക, സ്തോത്രം പറഞ്ഞ് ആത്മാവിലായി, പിന്നെ ആത്മാവിൻ്റെ ആരാധന. ഇന്ന് ഇതുവല്ലതും ഉണ്ടോ? കുറേ ഡപ്പാങ്കൂത്ത് പാട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാട്ടുകാർ മുഴുവൻ ആത്മാവിൻ്റെ ആരാധന മുഴുവൻ കെടുത്തി കളഞ്ഞു. ഇത് സാത്താൻ്റെ ഒരു കൈകടത്തലാണെന്ന് ഞാൻ ആത്മാവിൽ പറയാൻ താല്പര്യപ്പെടുക. പാട്ടൊക്കെ നല്ലതാ. ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ 3-4 പാട്ടൊക്കെ പാടിക്കോ, ആൾക്കാർ വരട്ടെ, കേൾക്കട്ടെ. പക്ഷേ ആ ആത്മീയ കൂട്ടായ്മയ്ക്ക് വരുന്നവർ സ്തോത്രം എല്ലാവരും പണ്ട് പോൾഗോപലക്ഷം പറയുമായിരുന്നു. വന്നവർ ഇരുന്ന് മുഴങ്കാൽ മുടക്കിയിരുന്ന് സ്തോത്രം പറയും. സ്തോത്രം പറഞ്ഞ് ആത്മാവിലായി. എല്ലാവരും ആത്മാവിൽ ആരാധിക്കും. ഒരു 9:30 മണിയാകുമ്പോൾ ആൾക്കാർ 10 മണിക്കുള്ള മീറ്റിങ്ങിന് 9:30 ആകുമ്പോൾ വരും. ഇപ്പോൾ 11 മണിക്കാണ് വരുന്നത്. എല്ലാ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും പിടിച്ച് കിടക്കുന്നവരാണ്. പെട്ടെന്ന് നിർത്തിയില്ലെങ്കിൽ പാസ്റ്ററിനെ അവിടെ നിന്ന് കെട്ടിക്കും. ഇതൊക്കെ നടക്കുന്നില്ല. കാരണം അതുപോലുള്ള ജഡീകം വരാൻ സഭയിൽ കിടക്കുന്നത് കാശുകാർ. അവർ പറഞ്ഞനുസരിച്ച് നേതൃത്വങ്ങൾ നിൽക്കുകയും ചെയ്യും. അതാ പറയുക, നേതൃത്വവും സഭയെല്ലാം പോയി കിടക്കുക. കുരുടും ദാരിദ്ര്യവും നഗ്നതയും ബാധിച്ചു കിടക്കുക സഭയിൽ. ആത്മീയ ദാരിദ്ര്യം, ആത്മീയ കുരുട്, ആത്മീയ നഗ്നത. ലവോദിക്ക എന്നുള്ള മെസ്സേജ് നിങ്ങൾ ശരിക്കും കേൾക്കണം. ആ അവസ്ഥയിൽ കിടക്കുക. സ്തോത്രം. എന്നാൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. അവർ കൂടി വന്ന് സ്തോത്രം ചെയ്ത് ആത്മാവിലായി, ആത്മാവിൽ പ്രാർത്ഥിക്കും. ആ ഫിലിപ്പിയർ 3:3 പ്രധാനമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് ദർശനം കിട്ടും, വെളിപ്പാട് കിട്ടും, അന്യഭാഷയുണ്ട്, സങ്കീർത്തനം ആത്മാവിൽ പറയുന്ന ആത്മാവിലുള്ള ഗീതം, ആത്മാവിൽ പറയുന്ന അന്യഭാഷ, ഇതൊക്കെയാണ് സങ്കീർത്തനങ്ങളൊക്കെ എന്ന് പറയുന്നത്. അതെല്ലാം കൂടി ഇങ്ങനെ ആത്മാവിൽ ആരാധിച്ച് പറഞ്ഞ് ചിലർക്ക് വെളിപ്പാട് കിട്ടും, ഇരിക്കുന്നവരെ കുറിച്ച് വെളിപ്പാട് കിട്ടും, ദർശനം കിട്ടും. പണ്ടൊരുത്തൻ ഒരു RSSകാരനൊരു ബോംബുമായിട്ട് വന്നു. ബാഗിൻ്റെ ഉള്ളിൽ, ഒരു സൂട്ട്കേസിൻ്റെ ഉള്ളിൽ ബോംബുമായിട്ട് വന്നു. ഇന്നല്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ്.
ദേവദാസന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ അതൊക്കെ വിട്ടു പോയി. വർഷങ്ങൾ എത്രയായി? നമ്മൾ ആ പഴയ ആത്മീയനുഭവത്തിലേക്ക് മടങ്ങി വരാൻ എൻ്റെ ഈ പ്രസംഗം. ആ പഴയ വിശുദ്ധന്മാർ ആരാധിച്ചതുപോലെ ആത്മാവിൽ ആരാധിക്കുകയും പത്യോപദേശം പ്രസംഗിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠകരമായ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലേക്കൊന്ന് മടങ്ങി വരാനാണ് ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ സഭകളിലൊക്കെ പോയി പ്രസംഗിക്കുന്നത്. ആർക്കും ഇത് വേണ്ട. ഒരൊറ്റ പ്രാവശ്യം വിളിക്കത്തുള്ളൂ. വിളിച്ച പിന്നെ ഇല്ല. കാരണം എല്ലാം ജഡീകന്മാരായിപ്പോയി. നേതൃത്വ നിരകൾ തൊട്ട് വിശ്വാസികളാണെങ്കിൽ എല്ലാം ജഡീകന്മാരാ. ഇലക്ഷൻ നടത്തുക. നമ്മുടെ ഇവിടെ നടക്കുന്ന ഇലക്ഷൻ്റെ 4 ഇരട്ടി ശക്തിയോടെയാണ് പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൽ ഇലക്ഷൻ നടക്കുന്നത്. പോലീസിനെ വെച്ച് ഇലക്ഷൻ നടത്തുന്നത്. ഇവിടുത്തെ ഇലക്ഷൻ നടത്തുമ്പോൾ 2-3 പോലീസേ കാണുള്ളൂ. മറ്റേ ഒരു വണ്ടി പോലീസ് ഇറക്കിയിട്ടിരിക്കുക. കുമ്പനാട് നിങ്ങളൊക്കെ കേട്ടാണ്, നമ്മളെല്ലാം കണ്ടതാ. ഒരു വണ്ടി നിറയെ പോലീസാണ്. ഇവിടെ 2-3 പോലീസേ ഉള്ളൂ. ആത്മീകരന്മാർ പറയുന്ന ജഡീകന്മാരുടെ ഇടയിൽ ഒരു വണ്ടി നിറയെ പോലീസ്. അപ്പോൾ അവരാരാ? ബാങ്കിൽ 2 വിഷയം വെച്ചെണ്ണുമ്പോൾ സഭയിൽ 7 വിഷയം വെച്ചെണ്ണുന്നു. അപ്പോൾ ഇവരാരാ? നിങ്ങൾ തന്നെ പറ. പ്രബുദ്ധരായ ദൈവമക്കൾ ചിന്തിക്കേ. പെന്തക്കോസ്ത് സമൂഹം എവിടെ നിൽക്കുന്നു? ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ച ചരിത്രമാണ് പ്രവൃത്തി പുസ്തകം 2 മുതൽ ഇങ്ങോട്ട് കാണുന്നത്. പരിശുദ്ധാത്മാവിനുള്ള ആരാധന, പരിശുദ്ധാത്മാവിൻ്റെ ആവിർഭാവത്തോടെയാണ് പുതിയ നിയമസഭ സ്ഥാപിക്കപ്പെടുന്നത്. പത്രോസ് ആത്മാവിൽ പ്രസംഗിച്ചപ്പോഴാണ് ഹൃദയത്തിൽ കുത്തുകൊണ്ടത്. ഇന്നത്തെ പ്രസംഗം ജഡത്തില, ജ്ഞാനത്തില, ലോകജ്ഞാനത്തിലും ലോകബുദ്ധിയിലും ആ പ്രസംഗം. പരിണിത ഫലം എന്താ? പരിണിത ഫലം ഒരു മാനസാന്തരമില്ല. വിശ്വാസം പാപം ചെയ്തവൻ പാപം ചെയ്തിട്ട് പോവുക. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, RSSകാരൻ ഒരു ബോംബുമായിട്ട് വന്നു ബ്രീഫ് കേസിൽ, സൂട്ട് കേസിൽ. പൊട്ടിക്കാൻ അവസരം നോക്കുക. ഒരു കൊച്ചുകുട്ടി ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ട് അടുത്തിരുന്ന അച്ഛനോട് പറഞ്ഞു, ഈ പെട്ടി പരിശോധിക്കാൻ പറഞ്ഞു. ഈ പെട്ടിയുടെ എന്തുണ്ട്? എന്തോ മാരകമായ സാധനമുണ്ട്. ആ കൊച്ചിന് ആത്മാവിൽ അത് മനസ്സിലായി. കാരണം ആത്മവ്യാപാരം ആ കൂട്ടായ്മയിലുണ്ടായി. ഇന്ന് ജഡീകന്മാർ കൂടുന്നിടത്ത് എന്നെ ആത്മവ്യാപാരമോ? കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടില്ലേ, സഭായോഗത്തിൽ അടി നടക്കുന്ന സഭയിൽ കൂട്ടയടി. പാർശ്വമ്മയാണ് വിശ്വാസികളെ അടിക്കുന്നത്. ആരെല്ലാം പറഞ്ഞു കേട്ടതാണ്, പാർശ്വമ്മ വിശ്വാസികളെ അടിക്കുക, പിടിച്ചു. അത്രയ്ക്ക് പരിജ്ഞാനം കിട്ടി പുള്ളിക്കാരി. പ്രാർത്ഥിച്ച് 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 പിശാച് കയറി. തമ്മിത്തല്ലും കൂട്ടത്തല്ലും വഴക്കും കേസും കോടതിയും ആയിട്ട് കിടക്കുക സഭകൾ. നല്ലൊരു ശതമാനം. ജനറൽ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ അവിടെ സഹോദരിമാരുടെ നൃത്തം നടക്കുക. നൃത്തം ഒരു ചർച്ചയിൽ മാഷന്മാർ, പ്രസിഡന്റും സെക്രട്ടറി എല്ലാം കണ്ട് സുഖിക്കുകയായിരുന്നു. ഇത് ജഡീകന്മാരുടെ പ്രസ്ഥാനങ്ങളായി മാറി സഹോദരങ്ങളെ. ബാബു വേട്ടമല പറഞ്ഞതുപോലെ നേതൃത്വ നിരകൾ മുഴുവൻ അനുകരിക്കാൻ കൊള്ളാകുന്ന ഒരൊറ്റ ലീഡർഷിപ്പ് നമുക്കില്ല. എല്ലാം തകർന്ന് തരിപ്പണമായി. അവർക്കൊക്കെ ഗ്രീൻ കാർഡുണ്ട്. ഗ്രീൻ കാർഡ് അതൊക്കെ ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും അമേരിക്കയിൽ പോവാം, എപ്പോൾ വേണമെങ്കിലും ലണ്ടനിൽ പോവാം, അതൊക്കെ കയ്യിലുണ്ട്. പക്ഷേ വേണ്ടതൊന്നും. കോടിക്കണക്കിന് സ്വത്തുണ്ട്. അമേരിക്കയിൽ വീടുണ്ട്, ലണ്ടനിൽ വീടുണ്ട്, പിന്നെ കാനഡയിൽ വീടുണ്ട്, കോടിക്കണക്കിന് കാശുണ്ട്. മക്കളെല്ലാം ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെയാണ്. ആത്മീയത ഒരു തുള്ളി പോലും ഇല്ലാത്ത ഒരവസ്ഥ. അതാണ് ഞാൻ പറഞ്ഞത്, ആത്മീക കുരുട്, ആത്മീക ദാരിദ്ര്യം, ആത്മീക നഗ്നത. 3 അവസ്ഥയിൽ കിടന്ന് ഞെളിവിരി കൊള്ളുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ശേഷിപ്പ് പൗലോസ് പറയുന്ന പോലെ എക്കാലത്തുമുണ്ട്. മിസ്രയീമിൽ പുറപ്പെട്ടതിൽ 2 പേര്, നോഹയുടെ പെട്ടകത്തിൽ 8 പേര് എന്നതുപോലെ ഒരു ചെറിയ ശേഷിപ്പ് എക്കാലമുണ്ട്. കർത്താവ് വരുന്നവരുണ്ട്. ആ ചെറിയ ശേഷിപ്പിലായിപ്പാൻ ദൈവമക്കൾ കരുതിക്കൊള്ളണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. അടുത്തായിട്ട് എന്താ നമ്മൾ വായിക്കുന്നത്? കൊലോസ്യ ലേഖനത്തിൻ്റെ പഠനത്തിലേക്ക് അടുത്ത വായിക്കാം. ഇപ്പോൾ വായിച്ചു നിർത്തിയതിൻ്റെ എഫ്രാസ് നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. അവൻ ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായി. ദൈവരാജ്യാഭിഷേകത്തെ കുറിച്ചുള്ള കാര്യം കൂടി പറയാനുണ്ട്. പ്രവൃത്തി പുസ്തകം 28-ാം അധ്യായം എടുത്താട്ടെ. പ്രവൃത്തി പുസ്തകം 28-ാം അധ്യായം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവൃത്തി പുസ്തകം 28-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കണേ. ഒന്ന് ഉറച്ച് വായിക്കണം. അതൊന്ന് വായിച്ച് പ്രബോധിപ്പിച്ചിട്ട് അടുത്ത വിഷയത്തിലേക്ക് വന്ന് പെട്ടെന്ന് നിർത്താൻ പോവുക. 23-ാം വാക്യം. 23. ആ
ആ ആ ആ ആ ആ ആ പൗലോസിന്റെ പ്രവൃത്തി പുസ്തകത്തിലെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുക. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്, പോകാൻ സമയമില്ല. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു. നമ്മളിവിടെ എന്താ വായിച്ചത്? ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായി. ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. പൗലോസിൻ്റെ പത്രോസിൻ്റെ യോഹന്നാൻ്റെ ശുശ്രൂഷ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി, ദൈവരാജ്യത്തിൻ്റെ കൂട്ടുവേലക്കാരായിട്ട് അവർ തമ്മിൽ പ്രവർത്തി. ഇവിടെ ദൈവരാജ്യമല്ല, സ്വന്തം സാമ്രാജ്യം, സ്വന്തം സഭ സ്ഥാപിച്ചെടുക്കാൻ, പേരുണ്ടാക്കാൻ, നമുക്കൊരു പേര്, സംഘടനയ്ക്കൊരു പേര്, കുറേ കൂട്ടർ, ഇത്ര ലക്ഷം പേര്, ഇത്ര ലക്ഷം പേര്, ഇത്ര ആയിരം സഭകൾ വീം പഠിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം വചന വ്യവസ്ഥ വിട്ടുള്ള പോക്കാണ്. പൗലോസ് എന്ത് ചെയ്തു? ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി. അവിടെ വന്നവരൊക്കെ യൂതന്മാരാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുത്തുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞത്: നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും. കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാനവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവിടെ കണ്ണടഞ്ഞിരിക്കുന്നു എന്നീ ജനത്തിൻ്റെ അടുക്കൽ പോയി പറയുക. ഇന്ന് ഏകദേശം അതേ പരുവത്തിൽ കിടക്കുക. ശുശ്രൂഷകളൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. ഇനി 28-ന്റെ 29, 30 അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത് തൻ്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. വേദപുസ്തകത്തിൽ യേശുക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും കരുത്തനായ കഥാപാത്രം അപ്പോസ്തലനായ പൗലോസാണ്. പൗലോസ് എന്താ ചെയ്തത്? ദൈവരാജ്യം പ്രസംഗിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. പ്രവൃത്തി 28-ന്റെ 23 ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു, ദൈവരാജ്യം പ്രസംഗിച്ചും. കൊലോസ്യ ലേഖനത്തിൽ ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. ഇന്ന് ഓരോരുത്തരുടെ പ്രസ്ഥാനം കെട്ടിപ്പോക്കുക. ഞങ്ങൾക്ക് ഇത്ര സഭ, ഞങ്ങൾക്ക് ഇത്ര സഭ, ഞങ്ങൾക്ക് ഇത്ര ശുശ്രൂഷകന്മാർ, ഞങ്ങൾക്ക് ഇത്ര പ്രാസംഗ്യന്മാർ, ഞങ്ങളുടെ കൺവെൻഷൻ ഇത്ര ലക്ഷം പേര് കൺവെൻഷനിൽ വന്നു. പന്തൽ കിട്ടിയാൽ കാശടിച്ചു മാറ്റുന്ന അതൊന്നും പറയത്തില്ല. പന്തലുകാരന് കാശ് കൊടുക്കാത്ത കാര്യം അവൻ യൂട്യൂബിൽ കൊണ്ടുവന്ന് മെസ്സേജ് ഇട്ടവിടെ ലോകം അറിഞ്ഞത്. കടം കൂടെ വയ്ക്കുന്നത് പറയത്തില്ല, പുറത്തു പറയാൻ പറ്റുമോ? നാണക്കടല്ലേ ഇതൊക്കെയാണ് നടക്കുന്നേ. ഒരു കൺവെൻഷൻ നടത്തുന്നതിൻ്റെ പിന്നിൽ സാമ്പത്തികമാണ് ലക്ഷ്യം. പൈസ അടിച്ചു മാറ്റുക, കൗൺസിൽ അംഗങ്ങൾ വേണ്ടപ്പെട്ടവരെല്ലാം ചേർന്ന്. ഇതെവിടെ ചെന്ന് അവസാനിക്കും? നരകത്തിൽ ചെന്ന് അവസാനിക്കും. അതുകൊണ്ട് എൻ്റെ പ്രബുദ്ധരായ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, ദൈവരാജ്യത്തിൻ്റെ കൂട്ടുവേലക്കാരായി നമുക്ക് തീരാം. നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യം, നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ദൈവരാജ്യം, നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യം. നമ്മുടെ പ്രസംഗം മുഴുവൻ ദൈവരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ചും ആയിരിക്കണം. വഴിയിൽ ഒളിച്ചു വെച്ച നിധി കണ്ടെത്തിയാറെ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി വാങ്ങി. സ്വർഗരാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അതെങ്ങനെ പ്രാപിക്കാമെന്നാണ് അവരുടെ ചിന്ത. അല്ല, ഇവിടെ പ്രസ്ഥാനം വലുതാക്കാനല്ല, ആളെ കൂട്ടാനല്ല. പ്രസ്ഥാനങ്ങളൊക്കെ ജഡീകന്മാരുടെ സംഘങ്ങളായി മാറിക്കഴിഞ്ഞു. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ നിലനിന്നിരുന്ന മതം ഏതാ? യഹൂദാ മതം. ആ മതത്തെക്കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞേ? എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. ഇന്ന് ഓരോ പേരിട്ട് ഗുഹയെന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമില്ലെന്ന് എൻ്റെ ചിന്ത. ഓരോ പ്രസ്ഥാനത്തിൻ്റെ പേരിട്ടിട്ട് ഓരോ ഗുഹകൾ, ഓരോ സഭകൾ, പ്രസ്ഥാനങ്ങൾ എല്ലാം കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കും. ദൈവരാജ്യത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി ഉപദേശം പ്രസംഗിക്കാനോ, കർത്താവിൻ്റെ വേണ്ടി ജനത്തെ ഒരുക്കാനോ, വിശുദ്ധിയും വേർപാടിൻ്റെ ഉപദേശം പറയാനോ ആളില്ല. എത്ര അപകടം മണത്തത് കൊണ്ടാണ് ഞാനിന്ന് പ്രസംഗിക്കുന്നത്.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മീയമായി ഉണരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഉണരുക, ഉണരുക, ഉണരുക. ഉണർന്നിരിപ്പിൻ, ഒരുങ്ങിയിരിപ്പിൻ, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. ഓക്കെ, ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. നിങ്ങളൊരുത്തനായി യേശുക്രിസ്തുവിൻ്റെ ദാസനും എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവർ. എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താ? നിങ്ങൾ തികഞ്ഞവരും ദൈവത്തെ സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായിത്തീരണം. അതാ എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥന. സഭയിൽ എപ്പഫ്രാസ്മാരില്ലല്ലോ. നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഒന്നുകൂടി കേട്ടോ. 1000 പ്രാവശ്യം കേട്ടാൽ അത് കൂടുതലല്ലെന്ന് എൻ്റെ ചിന്ത. എപ്പഫ്രാസ്മാർ എവിടെ സഭയിൽ? ആദാമേ നീ എവിടെയെന്ന് ചോദിച്ച പോലെ എപ്പഫ്രാസ്മാരെ എവിടെ പോയി? എല്ലാം ജഡീകന്മാരായി പോയി. കർത്താവ് പറഞ്ഞു, പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ ഞാൻ നിങ്ങളെ കുഞ്ഞാടുകളെ പോലെ അയക്കും. കർത്താവ് വന്ന് കുഞ്ഞാടുകളെ അയച്ചു. ഇന്നിപ്പോൾ ഈ കുഞ്ഞാടുകളെല്ലാം ആരെ? ചെന്നായ്ക്കളായി മാറി. എൻ്റെ അർത്ഥം, ദുരുപദേശം കൊണ്ട് സഭ നിറഞ്ഞു കിടക്കുക. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ പഠിപ്പിക്കലും അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ ടീച്ചിങ്ങും സഭയിൽ ഉണ്ടാകണം. എന്നാലേ സഭ ആത്മീയമായി ഉദ്ധരിക്കപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ സഭ നശിച്ചു പോകും. സഭ നരകത്തിൽ പോവില്ല. സൂക്ഷം പറയുക. ഹല്ലേലൂയ. ദൈവത്തെ സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും അപ്പോൾ പ്രാർത്ഥിക്കുന്ന എഫോസുമാർ സഭയിൽ എഴുന്നേൽക്കണം. സഹോദരി സഹോദരന്മാർ എഴുന്നേൽക്കണം. നിങ്ങൾക്ക് ലവോദിക്കയിലുള്ളവർക്കും ലവോദിക്കക്കാർക്കും ഹീരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ദേമാസ് അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ സഹശുശ്രൂഷകനായിരുന്നു. ഈ ദേമാസിനെ കുറിച്ച് മറ്റൊരു ലേഖനത്തിൽ പറയുന്നു, ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ഒരു ഭയങ്കര സങ്കടകരമായൊരു വാർത്തയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ദേമാസ് സഹശുശ്രൂഷകനായിരുന്നു. കരുത്തനായൊരു പാസ്റ്ററായിരുന്നു ദേമാസ്. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് വെറുതെ അല്ല പോയത് കേട്ടോ, ലോകസ്നേഹിയായിപ്പോയി. ഇന്നത്തെ ദേമാസുമാർ, ഇന്നത്തെ പാസ്റ്റർമാരിൽ നല്ലൊരു ശതമാനവും, വിശ്വാസികളിൽ നല്ലൊരു ശതമാനവും ലോകസ്നേഹികളാണ്. സത്യം. മടങ്ങി വരാനായിട്ട് ഈ സന്ദേശം അവർക്ക് ഉപകരിക്കട്ടെ. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. 1 തിമോഥെയോസ് 2 തിമോഥെയോസ് 4-ന്റെ 10-ാം വാക്യം. ഇവിടെ ദേമാസ് വന്ദനം പറഞ്ഞു. അപ്പോസ്തലന്മാരുടെ കൂടെ കൊലോസ്യ സഭയ്ക്ക് വന്ദനം പറഞ്ഞ ദേമാസ് എന്ത് ചെയ്തു? ലോകസ്നേഹിയായിപ്പോയി. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം. വ്യഭിചാരിണികളായുള്ളവരെ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി പദത്തിലേക്ക് ചെന്നുപെടാൻ ആഗ്രഹിച്ച് നിർമ്മലകന്യയായിരിക്കുന്നവർ ലോകത്തോട് ഇടകലർന്നാൽ അവർ ആത്മീക വ്യഭിചാരമാണ് ചെയ്യുന്നത്. ക്രിസ്തുവിനെ വിട്ടുപോകുമ്പോൾ ആത്മീക വ്യഭിചാരമാണ്. നിർമ്മല കന്യക ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ആത്മീയ വ്യഭിചാരം ചെയ്ത് ലോകസ്നേഹികളായി കിടക്കുന്നവരെ അല്ല. അതുകൊണ്ട് ലോകസ്നേഹം വിട്ടോട്. എന്താ കാര്യം പറയാൻ? ഈ ലോകം സാത്താൻ്റെ അടിമത്തത്തിൽ കിടക്കുക. നിങ്ങൾ ഈ ലോകക്കാരായിരിക്കാതുകൊണ്ട് ലോകത്തിൽ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ലോകം നിങ്ങൾക്കും എന്നെ പകച്ചിരിക്കുന്നു, നിങ്ങളെയും പകയ്ക്കും. ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തിൻ്റെ ദൈവം സാത്താൻ. ഈ ലോകത്തിൻ്റെ യാതൊരു കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടരുത്. നമ്മളെ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയുണ്ട്, പ്രാർത്ഥിച്ചോണം. ലോകം ഭരിക്കാനൊന്നും ആരും പോകരുത്. അങ്ങനെ പോയാൽ നിങ്ങളുടെ നാശമായിരിക്കും, യാതൊരു സംശയമില്ല. അടുത്ത വാക്യത്തിലേക്ക് വരാം. സ്തോത്രം. 14-ാം വാക്യം. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യും. ദേമാസ് പോയി. ലവോദിക്കയിലെ സഹോദരന്മാർക്ക് നൂഫയ്ക്കും അവരുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചെയ്യും. അപ്പോൾ വീട്ടിലെ സഭ വലിയ വലിയ പ്രസ്ഥാനങ്ങളിൽ പോയാലേ സ്വർഗത്ത് പോകുന്നുള്ള ചിന്ത ഇന്നെടുത്ത് കളയണം. 4, 5, 10, 15, 20 പേരൊക്കെ വീട്ടിൽ കൂടിയാൽ ഒരു എളുപ്പമില്ല. വീട്ടിലെ സഭ, ഹൗസ് ചർച്ച്. ചൈന മുഴുവൻ വീട്ടിലെ സഭയാണ്. അതുകൊണ്ട് അവരെല്ലാം സ്വർഗത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം അതുപോലെ പ്രതികൂലത്തുള്ളി പോവുക.
നമ്മളിപ്പോൾ വലിയ വലിയ പ്രസ്ഥാനത്തിൻ്റെ ആളായിട്ടിരുന്ന് വീം പഠിക്കുക. ഞങ്ങൾക്ക് ഇത്ര പേരുണ്ട്, ഇത്ര പേരുണ്ട്, ഇത്ര പേരുണ്ട്. ഒരു ഗുണവുമില്ല കേട്ടോ. ഇതിലൊന്നും ഗുണനിലവാരമുള്ളതൊന്നും ഇല്ല. ഉപദേശമില്ല, പഥ്യോജനമില്ല, പഥ്യോപദേശമില്ല. ലോകസ്നേഹികളും ദ്രവ്യാഗിരികളുമാണ് നല്ലൊരു ശതമാനവും. അതിൻ്റെ ഇടയിൽ ഒരു ശേഷിപ്പ് കിടന്ന് വീർപ്പ് മുട്ടുക. അവർ പുറത്തേക്ക് ചാടാനായി ഈ സന്ദേശം പറയുന്നത് ഞാൻ. അടുത്ത്, നിങ്ങളുടെ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്ക സഭയിൽ കൂടി വായിപ്പിക്കുകയും ലവോദിക്കയിൽ നിന്നുള്ളത് നിങ്ങൾ വായിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ലേഖനം സർക്കുലർ ലേഖനമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വായിപ്പിക്കാൻ പറയുക. സ്തോത്രം. അർഹിപ്പാസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അർഹിപ്പാസിന് എന്ത് ചെയ്തു? കർത്താവിൽ നിന്ന് ശുശ്രൂഷ ലഭിച്ചു. കർത്താവാക്കി വെച്ച ശുശ്രൂഷന്മാരും സംഘടനാക്കി വെച്ചവരും സ്വയം കയറി ആയവരും കൂടി കിടന്ന് മറിയുക ഇന്ന് ആത്മീയകുളത്തിലേക്ക്. കർത്താവാക്കി വെച്ചൊരു കുറവാണ്. കർത്താവാക്കി വെച്ചൊരെന്ത് ചെയ്യും? കർത്താവാക്കി കർത്താവിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവമാക്കി ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. ദൈവസന്തതിയായും ദൈവവചനം കേൾക്കും. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുന്നും മനുഷ്യരുടെ ആത്മാവ് വരുന്നും ഇതിനാലറിയാം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പരിമിതപ്പെടുത്തിട്ടേ പ്രിയമുള്ളവരെ. ഓസമ്മയുടെ വാക്ക് കേട്ടില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല. നമ്മുടെ ആത്മാവ് പോലും മാറിപ്പോകുമെന്നാണ് 1 യോഹന്നാൻ 4:6 1000 പ്രാവശ്യം വായിച്ച് ധ്യാനിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുക. നിങ്ങളുടെ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്ക സഭയിലുള്ളത് വായിപ്പിക്കുകയും ലവോദിക്കൽ നിന്നുള്ളത് നിങ്ങൾ വായിക്കുകയും ചെയ്യും. 1 തെസ്സലോനി 5-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. പൗലോസായ എൻ്റെ സ്വന്തം കയ്യാലെ വന്ദനം, എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവിൻ, കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് എഫേസ് ലേഖനം, ഫിലിപ്പിയസ് ലേഖനം, കൊലോസ് ലേഖനം, കാരാഗ്രഹ ലേഖനങ്ങൾ എന്നീ ലേഖനങ്ങൾ എഴുതുന്നത്. നമ്മളത് ഓർത്തോണം. ഇരുണ്ട വെളിച്ചത്തിൽ, വേണ്ട ഭക്ഷണമില്ലാതെ, വേണ്ട വസ്ത്രമില്ലാതെ, തീച്ചുള സമാനമായ പ്രശ്നത്തിലൂടെ അപ്പോസ്തലൻ പോയ സമയത്ത് എഴുതിയ ലേഖനമാണ് ഇത്. വായിച്ച് പ്രസംഗിച്ച് ഇതിൽ നിന്ന് പ്രബോധനം ഉൾക്കൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് നിത്യതയിൽ പോയി പൗലൂസിനെ കാണാം. എൻ്റെ ഒരു പ്രത്യാശ അതാ. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്ക. ഹല്ലേലൂയ. വായിച്ചാട്ടെ 1 തെസ്സലോനി 5-ന്റെ അവസാന വാക്യങ്ങൾ. സകല സഹോദരന്മാരെ വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യും. കർത്താവാണ്. സഹോദരന്മാരൊക്കെ അവൻ വിശുദ്ധ ചുംബനം ചെയ്യാൻ വേണ്ടി ലേഖനം വായിച്ച് വിശുദ്ധ ചുംബനം ചെയ്യുന്ന പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. പൗലൂസ് പറയുന്നു വിശുദ്ധ ചുംബനം ചെയ്യാനല്ല, വിശുദ്ധ ചുംബനം ചെയ്യണതൊക്കെ ഈ ലേഖനം സകല സഹോദരന്മാരെയും വായിച്ച് കേൾപ്പിക്കണം. കുറഞ്ഞ പക്ഷം പ്രസംഗിക്കാൻ അറിയില്ലെങ്കിൽ വായിച്ച് കേൾപ്പിക്കേ. ഇത് പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കുന്നത് കേട്ട് അതങ്ങോട്ട് പ്രസംഗിക്കേ. ചുമ്മാ വായി തോന്നണം, മനസ്സിൽ തോന്നണം, വായി വരുന്നതൊക്കെ പറയാതെ ലേഖനം പ്രസംഗിക്കുക. അതാ ക്രിസ്തുവിൻ്റെ ഉപദേശം. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക. അതാ പ്രമാണം. ഈ പ്രവാചകനായിരിക്കാം, ആത്മീയരായിരിക്കാം. ഞാൻ എഴുതുന്ന ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ പ്രമാണമാണ് അപ്പോസ്തലന്മാർ തരുന്നത്. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ തരുന്നത് പ്രമാണങ്ങളാണ്, കൽപ്പനകളാണ്. അത് പുതിയ നിയമസഭ അനുസരിക്കേണ്ട വ്യവസ്ഥകളാണ്. അത് നമ്മൾ അനുസരിക്കാതെ നിത്യത പ്രാപിക്കാൻ കഴിയുകയില്ല തന്നെ, യാതൊരു സംശയമില്ല. സ്തോത്രം. എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവിൻ, കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ എനിക്ക് അനുഗ്രഹമായി തീർന്നു, നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. ഇത് കേട്ടിട്ട് പലർക്കും ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക. അവരെല്ലാം കേൾക്കട്ടെ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് സഭ ഒരുങ്ങട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി പോകാൻ സഭ ഒരുങ്ങട്ടെ. ഇത് കേൾക്കുന്നവർ കേട്ടിട്ട് നിശ്ചയമായ ഒരു 10 പേർക്കെങ്കിലും സെൻഡ് ചെയ്യും. എല്ലാവരും കേൾക്കട്ടെ. ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. എല്ലാവർക്കും യൂട്യൂബിൽ നിന്ന് എടുക്കാം. ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാമ്പോൾ എന്നടിച്ചാൽ യൂട്യൂബിൽ ഈ മെസ്സേജ് കിടപ്പുണ്ട്. കൊലോസ് ലേഖനം 1, 2, 3, 4 അധ്യായങ്ങൾ കർത്താവ് തരുന്ന കൃപയ്ക്കനുസരിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കട്ടിയാണ്, എന്ത് ചെയ്യാനാ? കട്ടി കുറച്ച് പറയാൻ ഇഷ്ടംപോലെ കിടപ്പുണ്ടല്ലോ. അതുകൊണ്ട് കട്ടി കൂട്ടി തന്നെ പറഞ്ഞിരിക്കുക. മയോ ഇല്ല, മായോ ഇല്ല. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ചപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.